ബി.ജെ.പി. ദേശീയ കൌൺസിൽ അംഗവും പാലക്കാട് നഗരസഭാ കൌൺസിലറുമായ എൻ ശിവരാജൻ ചേരുകയാണ്. ശ്രീ എൻ ശിവരാജൻ, താങ്കൾ രാജിക്കൊരുങ്ങുന്നു. പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കിയതിൽ താങ്കൾക്ക് പ്രതിഷേധമുണ്ട് എന്നാണ് കേട്ടത്. ഇന്ന് രാജിവെക്കുകയാണോ? താങ്കൾ രാജിവെക്കുന്നുണ്ടോ? അങ്ങനെയാണ് വാർത്ത വന്നിരിക്കുന്നത്. ഞാൻ ബി.ജെ.പിക്കാരാണ്. ഞാൻ അങ്ങനെ തീരുമാനം എടുത്തിട്ടില്ല. അതായത് താങ്കൾ കൗൺസിലറായി തുടരും? തീരുമാനം എടുത്തിട്ടില്ല. ഇപ്പൊ തീരുമാനം എടുത്തിട്ടില്ല. താങ്കളടക്കം 9 പേർ രാജിവെക്കാൻ പോകുന്നു. പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനാക്കിയതിൽ താങ്കൾക്ക് അതൃപ്തിയുണ്ട് എന്നാണ് കേട്ടത്. ആ അതൃപ്തി ഉള്ളതാണോ? അത് നിങ്ങളുടെ സംഘടനാപരമായ കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതല്ലല്ലോ സാർ. താങ്കൾ പക്ഷേ പലയിടങ്ങളിലും ആ അതൃപ്തി പ്രകടിപ്പിച്ചു കഴിഞ്ഞല്ലോ. അപ്പോൾ താങ്കൾ രാജിവെച്ച പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയാണോ? പാർട്ടിയിലെ ഞാനുണ്ടാക്കിയ പാർട്ടിയിൽ നിന്ന് എങ്ങനെ പുറത്തു പോവാ? ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ ശ്രീ എൻ ശിവരാജൻ. താങ്കൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതൃപ്തി പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ പാർട്ടിയിൽ തുടരുന്നത് എന്തിനാണ്? ഞങ്ങളിലൊക്കെ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പോലെ കുടുംബത്തിന്റെ പാർട്ടിയല്ല, ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതിന് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അത് അഭിപ്രായ സമരത്തിന് വരും. ആ സമരത്തിന് വന്ന് പാർട്ടി പ്രവർത്തനം സജീവമാക്കും. അല്ലാതെ ഇത് രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയോ പിണറായി വിജയന്റെ പാർട്ടിയോ കേരള കോൺഗ്രസ് മാണിയോ തോന്നിയോ? രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ MLA താങ്കൾ ആലിംഗനം ചെയ്തിരിക്കുന്ന ഒരു ചിത്രം കൂടി ഇതിനിടയിൽ വന്നിരുന്നു. അപ്പോൾ കോൺഗ്രസിനോട് താങ്കൾ അടുക്കുന്നു എന്നും കേൾക്കുന്നു സന്ദീപ് വാര്യർ വഴി. അങ്ങനെയുള്ള ചർച്ചകൾ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഈ സന്ദീപ് വാര്യർ ഇതുവരെ കണ്ടിട്ടില്ല. ഇപ്പോൾ പ്രശാന്ത് ശിവൻ, അങ്ങനെയാണെങ്കിൽ താങ്കൾ പ്രശാന്ത് ശിവൻ 10 മണിക്കാണ് ചുമതല ഏൽക്കുന്നത്. പോകുന്നുണ്ടോ ജില്ലാ ആസ്ഥാനത്തേക്ക്? തീരുമാനിച്ചില്ല. പോകില്ല എന്നാണോ? ഇപ്പോൾ 9:26 ഇനിയും തീരുമാനമെടുത്തില്ലെങ്കിൽ അവിടെ എത്താൻ കഴിയില്ല. എന്റെ പാർട്ടി ഓഫീസ് 1/2 കിലോമീറ്റർ ഉള്ളൂ എന്റെ വീട്ടിൽ. വീട്ടിൽ നിന്ന് 1/2 കിലോമീറ്ററേ ഉള്ളൂ. അപ്പോൾ അടുത്ത അരമണിക്കൂറിൽ ആ തീരുമാനം ഉണ്ടാകും. പറയാൻ പറ്റില്ല. എന്താണ് താങ്കൾ വിട്ടു പറയാതിരിക്കുന്നത്? താങ്കൾ കൗൺസിൽ സ്ഥാനം രാജിവെക്കുന്നു എന്ന് കേൾക്കുന്നു. അതിലും തീരുമാനം എടുത്തിട്ടില്ല. എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ സംസ്ഥാന നേതൃത്വമായോ മറ്റോ? ഞാൻ പറയില്ലേ, ഞങ്ങൾ തീരുമാനമെടുത്ത പത്രക്കാരോട് ഞങ്ങളുടെ സംഘടനാ കാര്യം പത്രക്കാരോട് പറയാനുള്ളതല്ല സാർ. ഓക്കെ, വളരെ നന്ദി ശ്രീ എൻ ശിവരാജൻ. എന്തായാലും 10 മണിക്കാണ് പ്രശാന്ത് ശിവൻ ജില്ലാ അധ്യക്ഷനായി ചുമതല ഏൽക്കുന്നത്. അദ്ദേഹം ഇനിയും തീരുമാനം എടുത്തിട്ടില്ല. എന്തായാലും രാഹുൽ ഗാന്ധിയുടെയോ പിണറായി വിജയന്റെയോ പാർട്ടിയിലേക്കില്ല എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. അപ്പോൾ BJP-യിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇങ്ങനെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനാണ് എൻ ശിവരാജന്റെ നീക്കമെന്ന് വേണം മനസ്സിലാക്കാൻ. തിരിച്ച് വീണ്ടും ഇക്ബാൽ അറക്കലിലേക്ക്. ഇക്ബാൽ അറക്കൽ, രാജിയൊന്നും വെക്കുന്നില്ല കേട്ടോ? സുജയ, അതായത് ഇന്നലെ ഈ വിമത യോഗത്തിന് ശേഷവും നേതാക്കൾ കൃത്യമായി തന്നെ അവരുടെ പ്രതികരണങ്ങൾ നടത്താൻ സമ്മതിച്ചിരുന്നില്ല. അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. തങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ തങ്ങൾ അത് കൃത്യമായി തന്നെ പാർട്ടി ഫോറത്തിൽ അറിയിക്കും. തങ്ങൾ ഈ ജില്ലാ അധ്യക്ഷനുമായി ബന്ധപ്പെട്ടുള്ള അതൃപ്തിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് യോഗം ചേർന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ ഒരിക്കലും മാധ്യമങ്ങളോട് പറയില്ല. അത് അറിയിക്കേണ്ടത് പാർട്ടിയോടാണ്. പാർട്ടിയോട് ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി തന്നെ അറിയിക്കും. തങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ, പരാതികളെല്ലാം പാർട്ടിയെ അറിയിച്ച് തങ്ങളുടെ അതൃപ്തി അറിയിക്കുക എന്ന നീക്കവുമായി തങ്ങൾ മുന്നോട്ട് പോകുമെന്നാണ് ഇന്നലെ തന്നെ നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. എൻ ശിവരാജൻ ഉൾപ്പെടെ ഇന്നലെ മുതൽ അതേ തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ നമ്മൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിനായി പലതവണ ബന്ധപ്പെട്ടപ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നത് തീരുമാനമെടുത്തില്ല, തീരുമാനമെടുക്കും, അതിനുശേഷം കൃത്യമായി തന്നെ പാർട്ടിയെ അറിയിക്കും, അതൊരിക്കലും മാധ്യമങ്ങളോട് പറയില്ല. ഏതായാലും രാജ്യസന്നദ്ധ അറിയിച്ചുകൊണ്ടുള്ള കാര്യങ്ങളെല്ലാം പാർട്ടിയോട് ചർച്ച ചെയ്യുന്നുണ്ട്. ഏതായാലും തുടർ നീക്കങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ളത് നീക്കും. പക്ഷേ അതൊന്നും മാധ്യമങ്ങളിലൂടെ വെളിപ്പെടുത്താൻ തങ്ങൾ ആരും തന്നെ തയ്യാറല്ല എന്നാണ് നേതാക്കൾ പറയുന്നത്. ഏതായാലും ഈ പ്രശാന്ത് ശിവൻ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള പ്രഖ്യാപനത്തിന് ശേഷമായിരിക്കും തുടർ നീക്കങ്ങൾ നടത്തുക എന്നാണ് ഇപ്പോൾ വിമത വിഭാഗത്തിലെ കൂടുതൽ നേതാക്കൾ ഉൾപ്പെടെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. സുജയ, ഓക്കെ, ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് BJP-യിൽ സംഭവിക്കുന്നത് എന്ത്? 6 BJP മണ്ഡലം പ്രസിഡന്റുമാരും രാജിക്കൊരുങ്ങുന്നു. 10 മണിക്ക് പ്രശാന്ത് ശിവൻ സ്ഥാനമേറ്റ ഉടൻ ഈ രാജി പ്രഖ്യാപനം ഉണ്ടാകുമോ? അതോ നേതൃത്വവുമായുള്ള അനുനയ നീക്കത്തിനായിട്ടാണോ ഈ വിമതരായി നിൽക്കുന്ന കൗൺസിലർമാർ ശ്രമിക്കുന്നത്? അതാണ് അറിയേണ്ടത്.